എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. എസ്പെഷ്യലി ഇപ്പം മമ്മൂട്ടിയുടെ അടുത്ത കാലത്ത് സിനിമകളുടെ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. അപ്പം അതിൽ പുതിയ സംവിധായകർ നവാഗതർക്കൊപ്പം ചെയ്യുന്നു. ഇതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഒരെതിർപ്പില്ല. ഇക്കാര്യത്തിൽ ഞങ്ങളുടെയൊക്കെ ശക്തമായ സപ്പോർട്ടിലാവുന്ന അതിനുണ്ടാവും, അല്ലേ അളിയ? അതെ. അപ്പൊ കഴിഞ്ഞ ദിവസം രസകരമായിട്ട് സംവിധായകൻ രഞ്ജിത്ത് കൊടുത്തൊരു അഭിമുഖത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പണ്ടേ അവൻ എന്നെ കണ്ടുകൂടാ. എന്താ പറഞ്ഞേ? മോഹൻലാൽ പൊതുവെ അങ്ങനെ സ്ട്രേഞ്ചേഴ്സിന്റെ ഒപ്പം വർക്ക് ചെയ്യണേക്കാളും ഒരു കംഫർട്ടബിൾ സ്പേസ് അറിയുന്ന ആൾക്കാർ അതിൽ നല്ല രസമായിട്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷെ ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ എത്തുമ്പോ പിന്നെ പരിചയമുള്ള ആൾക്കാരും പരിചയമില്ലാത്ത ആൾക്കാരും ഒന്നുമില്ല, ആള് കംപ്ലീറ്റ് മാറുന്നുള്ളത്. സോ ഇപ്പൊ ഈ ഒരു കമ്പാരിസൺ ഇങ്ങനെ ഡിസ്കഷനിലുണ്ട്. ഇപ്പൊ പുതിയ ആളുകളുടെ ഒപ്പം വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ കംഫർട്ടബിൾ സ്പേസിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ വർക്ക് ചെയ്യുക, അങ്ങനെ ഉണ്ടോ? ആര് പറഞ്ഞു? എങ്കിലല്ല, അതൊക്കെ എന്നെ പറ്റി അസൂയാലുക്കൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. എന്റെ തന്നെ പ്രൊഡക്ഷനിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. കാര്യം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ടാകും. നമുക്ക് ഇഷ്ടമുള്ള സിനിമ എടുക്കാം. ഈ പറഞ്ഞത് ന്യായം. ഇപ്പൊ നേര് ഞങ്ങളുടെ സിനിമയാണ്, ഇപ്പൊ എമ്പുരാൻ എന്നുള്ള ഞങ്ങളുടെ സിനിമ. എനിക്ക് എന്റേതായിട്ടുള്ള ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ ഉണ്ട്. പുതിയതായ ഒരുപാട് കുട്ടികളുടെ കഥകൾ ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന രീതിയിലുള്ള ആ പ്രതീക്ഷയും തകർന്നു. അടുത്ത കാലത്ത് ഞാനൊരു 10 കഥകൾ കേട്ടിട്ടുണ്ടാവും. അതൊന്നും ഞാൻ മോശമാണെന്നല്ല പറയുന്നത്, പക്ഷെ അതൊന്നും നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമകൾ അതിലുണ്ടായിരുന്നില്ല. ഒരു മാറ്റവും ഇല്ലല്ലോ. ഞങ്ങൾ അസ്വസ്ഥരാണ്. പലരും പറയുന്നത് പല സിനിമകളുടെയും ചേർത്ത് വെച്ചിട്ടുള്ളൊരു സിനിമ ഉണ്ട്, പക്ഷെ അതൊന്നും നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന രീതിയിലുള്ളതല്ല. ഇത് ഈ ജന്മം ശരിയാവില്ല, കഷ്ടം. നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന രീതിയിലുള്ളതല്ല. ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം.